ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ജൂബിലി മെഗാക്കിസിനുള്ള ഭാഗങ്ങളാണ്. ഇപ്പം ഇതുവരെ നമ്മൾ തിരുസഭയെക്കുറിച്ചാണ്. ഇനി നമ്മൾ ഏഷ്യയിലെ സഭയെക്കുറിച്ചുള്ള ചില പൊതുവിജ്ഞാനങ്ങളാണ് നമ്മൾ ഇതുവരെ ഉള്ളത് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 2026 ലോഗോസ്കിസിനുള്ള ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതും കാണുക കേട്ടോ. സപ്പോർട്ട് ചെയ്യാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നിഗൂഢ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. കർത്താവേ, വിജ്ഞാനദാതാവായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഈ ജൂബിലി മെഗാക്കിസ് ഏറ്റവും സന്തോഷത്തോടു കൂടി പഠിക്കുവാനും ഈ ജൂബിലി മെഗാക്കിസിലുള്ള എല്ലാ ചോദ്യങ്ങളും കറക്റ്റായി എഴുതുവാനും പഠിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് അന്വേഷണേ. ആമേൻ. ലേറ്റ് ആവാതെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അടുത്ത ചോദ്യം: യേശുവിനെ ഏകരക്ഷകനായി അംഗീകരിക്കുന്നതിൽ ഏഷ്യക്കാർക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ദൈവത്തിൻ്റെ ഏക പ്രത്യക്ഷീകരണമായി അവനെ കാണാൻ അവർക്ക് പ്രയാസമാണ്. ദൈവത്തിൻ്റെ ഏക പ്രത്യക്ഷീകരണമായി അവനെ കാണാൻ അവർക്ക് പ്രയാസമാണ്. കാരണം ധാരാളം 33 കോടി ദേവന്മാരുള്ള പ്രദേശമാണ് ഏഷ്യ. അതുകൊണ്ടാണ് യേശുവിനെ ഏകരക്ഷകനായി അംഗീകരിക്കുന്നതിൽ ഏഷ്യക്കാർക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ചോദ്യം ഇതാണ്: യേശുവിനെ ഏകരക്ഷകനായി അംഗീകരിക്കുന്നതിൽ ഏഷ്യക്കാർക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? ഉത്തരം: ദൈവത്തിൻ്റെ ഏക പ്രത്യക്ഷീകരണമായി അവനെ കാണാൻ അവർക്ക് പ്രയാസമാണ്. അടുത്ത ചോദ്യം: യേശുവിനെ സ്വീകരിക്കുന്നതിൽ ഏഷ്യക്കാർ പലപ്പോഴും എന്തുകൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നു? അവർ യേശുവിനെ ഏകരക്ഷകനായല്ല, പാശ്ചാത്യനായാണ് കണക്കാക്കുന്നത്. യേശുവിനെ പാശ്ചാത്യക്കാരനായിട്ടാണ് ഏഷ്യക്കാർ കണക്കാക്കുന്നത്. യേശുവിനെ സ്വീകരിക്കുന്നതിൽ ഏഷ്യക്കാർ പലപ്പോഴും എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് നേരിടുന്നതെന്നാണ് ചോദ്യം. അവർ യേശുവിനെ ഏഷ്യക്കാരനായിട്ടല്ല, പാശ്ചാത്യനായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം: ഏഷ്യയിലേക്ക് സുവിശേഷം കൊണ്ടുവന്നതിന് സിനഡ് പിതാക്കന്മാർ ആർക്കാണ് നന്ദി പറഞ്ഞത്? ഉത്തരം: പ്രാദേശിക മിഷണറിമാർക്കാണ്. അടുത്ത ചോദ്യം: ഏഷ്യയിൽ ഏത് പ്രഘോഷണ രീതിയാണ് പ്രത്യേകിച്ച് ഫലപ്രദം? ഏഷ്യയിൽ ഏത് പ്രഘോഷണ രീതിയാണ് പ്രത്യേകിച്ച് ഫലപ്രദം? സുവിശേഷങ്ങളിൽ എന്ന പോലെ യേശുവിൻ്റെ കഥ വിവരിക്കുന്നതാണ്. അടുത്ത ചോദ്യം: ഏഷ്യയിലെ ക്രിസ്ത്യൻ സമൂഹങ്ങളെക്കുറിച്ച് സിനഡ് പിതാക്കന്മാർ അഭിമാനത്തോടെ എന്താണ് ഓർമ്മിച്ചത്? ഉത്തരം: വലിയ വിഘ്നങ്ങൾക്കെതിരെ വിശ്വാസം സംരക്ഷിച്ചു. ഏഷ്യയിലെ ക്രിസ്ത്യൻ സഭാ സമൂഹങ്ങളെക്കുറിച്ച് സിനഡ് പിതാക്കന്മാർ അഭിമാനത്തോടെ എന്താണ് ഓർമ്മിച്ചത്? ഉത്തരം: വലിയ വിഘ്നങ്ങൾക്കെതിരെ വിശ്വാസം സംരക്ഷിച്ചു. അടുത്ത ചോദ്യം: ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ രക്ഷ നിറവേറ്റാൻ പരിശുദ്ധാത്മാവിനാൽ ആർക്കാണ് ശക്തി ലഭിക്കുന്നത്? സഭയ്ക്ക്. ഉത്തരം: സഭയ്ക്കാണ്. ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ രക്ഷ നിറവേറ്റാൻ പരിശുദ്ധാത്മാവിനാൽ ആർക്കാണ് ശക്തി ലഭിക്കുന്നത്? തിരുസഭയ്ക്കാണ്.
അടുത്ത ചോദ്യം, ഏഷ്യയിലെ സുവിശേഷ സംസ്കാരത്തിൽ ആരുടെ പങ്കാണ് പരമപ്രധാനം? അൽമായരുടെ പങ്ക്. ഉത്തരം അൽമായർ. ഏഷ്യയിലെ സുവിശേഷ സംസ്കാരത്തിൽ ആരുടെ പങ്കാണ് പരമപ്രധാനം? ഉത്തരം അൽമായർ എന്നതാണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം, സഭ മറ്റുള്ളവർക്ക് രക്ഷയുടെ സുവിശേഷം നൽകുമ്പോൾ അവരുടെ എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ സാംസ്കാരിക പശ്ചാത്തലം. സഭ മറ്റുള്ളവർക്ക് രക്ഷയുടെ സുവിശേഷം നൽകുമ്പോൾ അവരുടെ എന്താണ് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത്? അവരുടെ സാംസ്കാരിക പശ്ചാത്തലം. അടുത്ത ചോദ്യം, അജപാലകരോടും ജനങ്ങളോടുമുള്ള ഐക്യത്തിൻ്റെ ചൈതന്യത്തിൽ ജോലി ചെയ്യുവാൻ മാർപ്പാപ്പ ആരെയാണ് നിർബന്ധിക്കുന്നത്? ഉത്തരം ദൈവശാസ്ത്രജ്ഞരെ. അജപാലകരോടും ജനങ്ങളോടുമുള്ള ഐക്യത്തിൻ്റെ ചൈതന്യത്തിൽ ജോലി ചെയ്യുവാൻ മാർപ്പാപ്പ ആരെയാണ് നിർബന്ധിക്കുന്നത്? ഉത്തരം ദൈവശാസ്ത്രജ്ഞരെ. അടുത്ത ചോദ്യം, ദൈവശാസ്ത്രപരമായ ജോലി എപ്പോഴും ആരുടെ വികാരങ്ങളോടുള്ള ആദരവിനാലാണ് നയിക്കപ്പെടേണ്ടത്? ഉത്തരം ക്രൈസ്തവർ. ദൈവശാസ്ത്രപരമായ ജോലി എപ്പോഴും ആരുടെ വികാരങ്ങളോടുള്ള ആദരവിനാലാണ് നയിക്കപ്പെടേണ്ടത്? ഉത്തരം ക്രൈസ്തവർ. അടുത്ത ചോദ്യം, മുഴുവൻ ക്രൈസ്തവ ജീവിതത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഉറവിടവും പരമകോടിയും എന്താണ്? ആരാധനാക്രമം. മുഴുവൻ ക്രൈസ്തവ ജീവിതത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഉറവിടവും പരമകോടിയും എന്താണ്? ആരാധനാക്രമം. അടുത്ത ചോദ്യം, ഏത് സഭകളുടെ ലിറ്റർജിയാണ് വിജയപ്രദമാം വിധം സാംസ്കാരിക അനുരൂപണം പ്രാപിച്ചത്? പൗരസ്ത്യ സഭകൾ. ഏത് സഭകളുടെ ലിറ്റർജിയാണ് വിജയപ്രദമാം വിധം സാംസ്കാരിക അനുരൂപണം പ്രാപിച്ചത്? പൗരസ്ത്യ സഭകൾ എന്നതാണ് ഉത്തരം. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ശക്തിയെ പരിശുദ്ധാത്മാവ് എന്തിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്? ഉത്തരം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ശക്തിയെ പരിശുദ്ധാത്മാവ് എന്തിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്? വിശുദ്ധ ലിഖിതങ്ങളിലൂടെ. അടുത്ത ചോദ്യം, ജനങ്ങളെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കുന്നതിനും പ്രഘോഷണ ദൗത്യത്തിന് ഒരുക്കുന്നതിനു മുമ്പുമുള്ള സുപ്രധാനമായ മാർഗമേത്? ബൈബിൾ പരിശീലനം. ചോദ്യം ഒന്നുകൂടെ കേൾക്കാം. ജനങ്ങളെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കുന്നതിനും പ്രഘോഷണ ദൗത്യത്തിന് ഒരുക്കുന്നതിനു മുമ്പുള്ള സുപ്രധാനമായ മാർഗമേത്? ഉത്തരം ബൈബിൾ പരിശീലനം എന്നതാണ്. അടുത്ത ചോദ്യം, സെമിനാരി വിദ്യാർത്ഥികൾക്ക് ബൈബിൾ പഠനത്തിനും സഭാപിതാക്കന്മാരുടെ വിജ്ഞാനീയത്തിലും ഉറപ്പുള്ള അടിസ്ഥാനം ഉണ്ടായിരിക്കണം. സഭയുടെ ദൈവശാസ്ത്രപരവും തത്വചിന്താപരവുമായ പൈതൃകത്തിൻ്റെ വിശദവും ഉറപ്പുള്ളതുമായ അറിവുണ്ടായിരിക്കണം. ഏത് ചാക്രിക ലേഖനത്തിലാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? ഉത്തരം വിശ്വാസവും യുക്തിയും. വിശ്വാസവും യുക്തിയും എന്ന ചാക്രിക ലേഖനത്തിലാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്നുകൂടെ കേൾക്കാം. സെമിനാരി വിദ്യാർത്ഥികൾക്ക് ബൈബിൾ പഠനത്തിനും സഭാപിതാക്കന്മാരുടെ വിജ്ഞാനീയത്തിലും ഉറപ്പുള്ള അടിസ്ഥാനം ഉണ്ടായിരിക്കണം. സഭയുടെ ദൈവശാസ്ത്രപരവും തത്വചിന്താപരവുമായ പൈതൃകത്തിൻ്റെ വിശദവും ഉറപ്പുള്ളതുമായ അറിവുണ്ടായിരിക്കണം. ഏത് ചാക്രിക ലേഖനത്തിലാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? വിശ്വാസവും യുക്തിയും. അടുത്ത ചോദ്യം, ഏഷ്യയിൽ വ്യക്തമായ പ്രഖ്യാപനം നിരോധിക്കുകയോ മതസ്വാതന്ത്ര്യം നിഷേധിക്കുകയോ വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കുകയോ ചെയ്യുന്നിടത്ത് ഏത് രീതിയിലുള്ള സുവിശേഷ പ്രഘോഷണമാണ് നിർദ്ദേശിക്കപ്പെടുന്നത്? ജീവിതത്തിൻ്റെ നിശബ്ദ സാക്ഷ്യം. ഉത്തരം ജീവിതത്തിൻ്റെ നിശബ്ദ സാക്ഷ്യം. ഏഷ്യയിൽ വ്യക്തമായ ചോദ്യം ഒന്നുകൂടെ കേൾക്കാം. ഏഷ്യയിൽ വ്യക്തമായ പ്രഖ്യാപനം നിരോധിക്കുകയോ മതസ്വാതന്ത്ര്യം നിഷേധിക്കുകയോ
വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കുകയോ ചെയ്യുന്നിടത്ത് ഏത് രീതിയിലുള്ള സുവിശേഷ പ്രഘോഷണമാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ജീവിതത്തിൻ്റെ നിശബ്ദ സാക്ഷ്യം. അടുത്ത ചോദ്യം, ഏഷ്യയിൽ രക്ഷയുടെ സുവിശേഷം വിജയകരമായി പ്രഖ്യാപിക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? ഉത്തരം ക്രിസ്തുവിനോടുള്ള സ്നേഹത്താലും തീഷ്ണതയാലും ജ്വലിക്കുന്നവർക്ക്. ഏഷ്യയിൽ രക്ഷയുടെ സുവിശേഷം വിജയകരമായി പ്രഖ്യാപിക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? ഉത്തരം ക്രിസ്തുവിനോടുള്ള സ്നേഹത്താലും തീഷ്ണതയാലും ജ്വലിക്കുന്നവർക്കാണ്. അടുത്ത ചോദ്യം, പരിശുദ്ധാത്മാവിനാൽ സഭ ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാണ്? പെന്തക്കുസ്താ ദിനത്തിലാണ്. പരിശുദ്ധാത്മാവിനാൽ തിരുസഭ ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാണ്? ഉത്തരം പെന്തക്കുസ്താ ദിനത്തിലാണ്. അടുത്ത ചോദ്യം, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രകാരം സുവിശേഷവൽക്കരണം ആരുടെ കടമയാണ്? ദൈവത്തിൻ്റെ മുഴുവൻ ദൈവജനത്തിൻ്റെയും കടമയാണ് എന്ത്? സുവിശേഷവൽക്കരണം. അടുത്ത ചോദ്യം, സുവിശേഷവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത്? സമൂഹവുമായി സഹവസിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു സഭാപരമായ ദൗത്യം. സുവിശേഷവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത് എന്ന് ചോദ്യം. ഉത്തരം എന്താണ്? സമൂഹവുമായി സഹവസിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു സഭാപരമായ ദൗത്യം. അടുത്ത ചോദ്യം, സഭ പുതിയ സഹസ്രാബ്ദത്തിലേക്ക് കടക്കുമ്പോൾ സിനഡ് പിതാക്കന്മാർ എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം ഏഷ്യയിലെ സുവിശേഷവൽക്കരണത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശ രേഖകളും. സഭ പുതിയ സഹസ്രാബ്ദത്തിലേക്ക് കടക്കുമ്പോൾ സിനഡ് പിതാക്കന്മാർ എന്താണ് ആവശ്യപ്പെട്ടത്? ഏഷ്യയിലെ സുവിശേഷവൽക്കരണത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശ രേഖകളുമാണ് സിനഡ് പിതാക്കന്മാർ ആവശ്യപ്പെട്ടത്. അടുത്ത ചോദ്യം, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, കുടിയേറ്റക്കാർ, ഗോത്രസമൂഹങ്ങൾ എന്നിവിടങ്ങളിൽ മിഷണറിമാർ എന്തു ചെയ്യണം? പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, കുടിയേറ്റക്കാർ, ഗോത്രസമൂഹങ്ങൾ എന്നിവിടങ്ങളിൽ മിഷണറിമാർ എന്തു ചെയ്യണം? തീഷ്ണതയോടെ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക. ഉത്തരം തീഷ്ണതയോടെ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക. അടുത്ത ചോദ്യം, എല്ലാ മിഷണറി പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? വിശ്വാസത്തിൻ്റെ അനുഭവവും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുമാണ്. എല്ലാ മിഷണറി പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസത്തിൻ്റെ അനുഭവവും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുമാണ്. ക്രിസ്തു സഭയ്ക്ക് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാൻ സഭയെ ശക്തിപ്പെടുത്തുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. തൻ്റെ ശിഷ്യന്മാരെ സാക്ഷികളായി അയക്കുന്നതിന് മുമ്പ് യേശു അവർക്ക് നൽകിയത് എന്താണ്? പരിശുദ്ധാത്മാവിനെയാണ് അവർക്ക് നൽകിയത്. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന തിരുവെഴുത്ത് ഏത് ഭാഗത്താണ്? ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന തിരുവെഴുത്തു ഭാഗം ഏതാണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യമാണ്. റോമ 5:5 ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന തിരുവെഴുത്ത് ഭാഗം റോമ 5:5. അടുത്ത ചോദ്യം, സഭാ ദൗത്യത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ക്രിസ്തു ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളും. സഭാദൗത്യത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ക്രിസ്തു ആരെയാണ് ഏൽപ്പിച്ചത്? അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളെയും. ഇനി അടുത്ത ചോദ്യം, പത്രോസിൻ്റെ അവകാശി ഏത് പ്രത്യേക ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത്? ഉത്തരം ഐക്യത്തിൻ്റെ ശുശ്രൂഷ. പത്രോസിൻ്റെ അവകാശി
ഏതു പ്രത്യേക ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത്? ഉത്തരം ഐക്യത്തിൻ്റെ ശുശ്രൂഷ. മെത്രാന്മാർ മെത്രാഭിഷേകം വഴി ഏതെല്ലാം കൽപ്പനയും അധികാരവുമാണ് ഏറ്റുവാങ്ങുന്നത്? പഠിപ്പിക്കാനും ഭരിക്കാനും വിശുദ്ധീകരിക്കാനുമുള്ള അധികാരം. ഉത്തരം പഠിപ്പിക്കാനും ഭരിക്കാനും വിശുദ്ധീകരിക്കാനുമുള്ള അധികാരമാണ്. മെത്രാന്മാർ മെത്രാഭിഷേകം വഴി ഏതെല്ലാം കൽപ്പനയും അധികാരവുമാണ് ഏറ്റുവാങ്ങുന്നത്? ഉത്തരം പഠിപ്പിക്കാനും ഭരിക്കാനും വിശുദ്ധീകരിക്കാനുമുള്ള അധികാരം. സുവിശേഷ പ്രഘോഷണത്തിൽ മെത്രാന്മാരോടൊപ്പം സഹവസിക്കുന്നവർ ആരാണ്? പുരോഹിതന്മാരാണ്. അടുത്ത ചോദ്യം, പുരോഹിതന്മാർ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ എന്ത് ഉത്തരവാദിത്വമാണ് സ്വീകരിക്കുന്നത്? ഉത്തരം അജഗണത്തിൻ്റെ ഇടയന്മാരായിരിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, കൂദാശകളുടെ ശുശ്രൂഷകർ ആയിരിക്കുക. ചോദ്യം ഒന്നുകൂടെ കേൾക്കാം. പുരോഹിതന്മാർ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ എന്ത് ഉത്തരവാദിത്വമാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം അജഗണത്തിൻ്റെ ഇടയന്മാരായിരിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, കൂദാശകളുടെ ശുശ്രൂഷകർ ആയിരിക്കുക. അടുത്ത ചോദ്യം, ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ സഭയെ സേവിക്കാൻ മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും ആവശ്യമുള്ളത് ഏതു രൂപീകരണമാണ്? ഉത്തരം ഉറപ്പുള്ളതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ രൂപീകരണം. രൂപീകരണമാണ് എന്തിനാവശ്യമുള്ളത്? ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ സഭയെ സേവിക്കാൻ മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും ആവശ്യമുള്ളത്. ഏഷ്യയിലെ ജനങ്ങൾ തങ്ങളുടെ പുരോഹിതന്മാരെ എങ്ങനെ കാണണം? പരിശുദ്ധാത്മാവിൻ്റെ ആഴമുള്ള കാര്യങ്ങളിൽ മനസ്സുകളും ഹൃദയങ്ങളും പതിച്ചിട്ടുള്ള മനുഷ്യരായി കാണണം. പരിശുദ്ധാത്മാവിൻ്റെ ആഴമുള്ള കാര്യങ്ങളിൽ മനസ്സുകളും ഹൃദയങ്ങളും പതിച്ചിട്ടുള്ള മനുഷ്യരായി കാണണം. അടുത്ത ചോദ്യം, പുരോഹിതന്മാർ സുവിശേഷത്തിന് ശക്തമായ സാക്ഷ്യം നൽകുന്നത് എന്തിലൂടെയാണ്? പ്രാർത്ഥനാ ജീവിതം, തീക്ഷ്ണമായ സേവനം, മാതൃകാപരമായ പെരുമാറ്റം. പുരോഹിതന്മാർ സുവിശേഷത്തിന് ശക്തമായ സാക്ഷ്യം നൽകുന്നത് എന്തിലൂടെ? ഉത്തരം പ്രാർത്ഥനാ ജീവിതം, തീക്ഷ്ണമായ സേവനം, മാതൃകാപരമായ പെരുമാറ്റം. അടുത്ത ചോദ്യം, യോഹന്നാൻ 13:35 പ്രകാരം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ യഥാർത്ഥ അടയാളം ഏതാണ്? സ്നേഹമാണ്. യോഹന്നാൻ 13:35 പ്രകാരം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ യഥാർത്ഥ അടയാളം എന്താണ്? സ്നേഹമാണ്. അടുത്ത ചോദ്യം, സിനഡിൻ്റെ താൽപ്പര്യത്തെ മാർപ്പാപ്പ അടിവരയിടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഉത്തരം സെമിനാരികളിലും ദൈവശാസ്ത്ര വിദ്യാപീഠങ്ങളിലും പ്രവർത്തിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും തയ്യാറാകുക. സിനഡിൻ്റെ താൽപ്പര്യത്തെ മാർപ്പാപ്പ അടിവരയിടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? സെമിനാരികളിലും ദൈവശാസ്ത്ര വിദ്യാപീഠങ്ങളിലും പ്രവർത്തിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും തയ്യാറാകുക. അടുത്ത ചോദ്യം, സിനഡിനു ശേഷം പുറപ്പെടുവിച്ച സമർപ്പിത ജീവിതം വിത്ത കോൺസാക്രാത്ത എന്ന ചാക്രിക ലേഖനത്തിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്? സിനഡിന് ശേഷം പുറപ്പെടുവിച്ച സമർപ്പിത ജീവിതം എന്ന ചാക്രിക ലേഖനത്തിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്? സമർപ്പിത ജീവിതം, വീത്ത കോൺസാക്രാത്ത എന്ന വാക്കിൻ്റെ അർത്ഥം സമർപ്പിത ജീവിതം. അതൊരു ചാക്രിക ലേഖനമാണ്. അതിനകത്ത് എന്താണ് ചർച്ച ചെയ്യുന്നത്? ഉത്തരം സമർപ്പിത ജീവിതവും പ്രേഷിത ദൗത്യവും തമ്മിലുള്ള ഉറ്റബന്ധം. സമർപ്പിത ജീവിതവും പ്രേഷിത ദൗത്യവും തമ്മിലുള്ള ഉറ്റബന്ധം. വീത്ത കോൺസാക്രാത്ത പ്രകാരം സമർപ്പിത ജീവിതത്തെ വ്യക്തമാക്കുന്ന 3 വശങ്ങൾ ഏതാണ്? വീത്ത കോൺസാക്രാത്ത സമർപ്പിത ജീവിതം എന്ന ചാക്രിക ലേഖന പ്രകാരം സമർപ്പിത ജീവിതത്തെ വ്യക്തമാക്കുന്ന 3 വശങ്ങളുണ്ട്. 1. ത്രിത്വത്തെ പരസ്യമായി പ്രഖ്യാപിക്കുക. സാഹോദര്യത്തിൻ്റെ അടയാളം, സ്നേഹത്തിൻ്റെ സേവനം. 1. ത്രിത്വത്തെ പരസ്യമായി പ്രഖ്യാപിക്കുക. 2. സാഹോദര്യത്തിൻ്റെ അടയാളം. 3. സ്നേഹത്തിൻ്റെ സേവനം. അടുത്ത ചോദ്യം,
രക്ഷാകര പ്രേക്ഷിത ദൗത്യത്തിലെ പ്രത്യേക സാക്ഷ്യത്തിലൂടെ സമർപ്പിത ജീവിതം ലോകത്തിൽ എന്താണ് വെളിപ്പെടുത്തുന്നത്? ദൈവസ്നേഹം. രക്ഷാകര പ്രേക്ഷിത ദൗത്യത്തിലെ പ്രത്യേക സാക്ഷ്യത്തിലൂടെ സമർപ്പിത ജീവിതം ലോകത്തിൽ എന്താണ് വെളിപ്പെടുത്തുന്നത്? ഉത്തരം ദൈവസ്നേഹം. അടുത്ത ചോദ്യം, ഇന്നത്തെ ഏഷ്യൻ ക്രൈസ്തവ ജനതയ്ക്ക് ആകർഷകമായ സാക്ഷ്യം നൽകാൻ കഴിയുന്ന 3 പ്രധാന സ്വഭാവ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഉത്തരം ദൈവാന്വേഷണം, സാഹോദര്യ കൂട്ടായ്മയിലുള്ള ജീവിതം, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനം. 1 ദൈവാന്വേഷണം, 2 സാഹോദര്യ കൂട്ടായ്മയിലുള്ള ജീവിതം, 3 മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനം. അടുത്ത ചോദ്യം, സമർപ്പിത വ്യക്തികൾ നൽകേണ്ട പ്രവാചക സാക്ഷ്യം എന്താണ്? സമർപ്പിത വ്യക്തികൾ നൽകേണ്ട പ്രവാചക സാക്ഷ്യം എന്താണ്? ഉത്തരം ദൈവത്തിൻ്റെ പ്രാഥമ്യത്തിനും നിത്യജീവനും ദൈവത്തിൻ്റെ പ്രാധാന്യത്തിനും നിത്യജീവനും. അടുത്ത ചോദ്യം, ഏഷ്യയിൽ ഏത് മതജീവിതമാണ് വലിയ ബഹുമാനം ആസ്വദിക്കുന്നത്? ധ്യാനാത്മകവും താപശ്ചര്യാപരവുമായ ജീവിതമാണ് വലിയ ബഹുമാനം ആസ്വദിക്കുന്നത്. ധ്യാനാത്മകവും താപശ്ചര്യാപരവുമായ ജീവിതം. അടുത്ത ചോദ്യം, ഏഷ്യയിലെ പ്രാദേശിക സഭയ്ക്കുള്ളിൽ എന്ത് സ്ഥാപിക്കാനാണ് സിനഡ് പിതാക്കന്മാർ ശുപാർശ ചെയ്തത്? ഉത്തരം അപ്പസ്തോലിക ജീവിതത്തിൻ്റെ പ്രേക്ഷിത സംഘങ്ങൾ. ഏഷ്യയിലെ പ്രാദേശിക സഭയ്ക്കുള്ളിൽ എന്ത് സ്ഥാപിക്കാനാണ് സിനഡ് പിതാക്കന്മാർ ശുപാർശ ചെയ്തത്? അപ്പസ്തോലിക ജീവിതത്തിൻ്റെ പ്രേക്ഷിത സംഘങ്ങളെ. ഉത്തരം അതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രകാരം സുവിശേഷം പ്രചരിപ്പിക്കാൻ സാധാരണക്കാരെ എവിടെയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ലോകത്തിൽ. ഉത്തരം ലോകത്തിൽ അവരുടെ തൊഴിലിലൂടെ. 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രകാരം സുവിശേഷം പ്രചരിപ്പിക്കാൻ സാധാരണക്കാരെ എവിടെയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ലോകത്തിൽ അവരുടെ തൊഴിലിലൂടെ. അടുത്ത ചോദ്യം, ഏതൊക്കെ കുദാശകളിലൂടെയാണ് സാധാരണക്കാർ മിഷണറിമാരായി വിളിക്കപ്പെടുന്നത്? മാമോദിസായും സ്ഥൈര്യലേപനവും. സാധാരണക്കാരെ മിഷണറിമാരായി വിളിക്കുന്ന കുദാശകൾ ഏതൊക്കെയാണ്? മാമോദിസായും സ്ഥൈര്യലേപനവും. അടുത്ത ചോദ്യം, കുട്ടികൾ വ്യക്തിപരവും സാമൂഹികവുമായ പക്വതയിലേക്ക് വളരുന്ന സ്വാഭാവിക സ്ഥാനം കുടുംബം. ഓക്കെ, നമുക്ക് ഒരു ചെറിയ ഡിന്നർ ബ്രേക്ക്. ഓക്കെ, ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.